28ാം ഓണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിലാണ് ഞങ്ങൾ ഓച്ചിറയിൽ പോകാറുള്ളത്. ഇന്നത്തെ ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എല്ലാ കാളകളെയും കാണാനായിട്ട് പറ്റും. അങ്ങനെ രാവിലെ ഒരു 8-8:30 ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് റെഡിയായി. റോഡിലും അമ്പലത്തിലും ഒക്കെ ഇന്നും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. ഏകദേശം 150-ൽ പരം കാളകൾ ഈ വർഷം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുത്സവമായിട്ട് നമ്മുടെ ഈ ഓച്ചിറ അമ്പലത്തിലെ കെട്ടുത്സവത്തിനെ പറയുന്നത്. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമായി പോയേനെ. 6-ാം തീയതി വരെയും ഇവിടെ കാളകളൊക്കെ കാണുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ അമ്പലക്കുളം ഒരു വിസ്മയം തന്നെയല്ലേ. വളരെ കുറച്ച് പൂ മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടാലും തീരാത്ത അത്ര കാളകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒന്ന് കണ്ടു തീർത്തപ്പോഴേക്കും 1 മണിക്കൂറിൽ കൂടുതലായി. വലിയ കാളകൾ മാത്രമല്ല, കുഞ്ഞു കാളകളും ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. അമ്പടും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഈ വർഷമാണെന്ന് തോന്നുന്നു ഈ ഒരു ഐറ്റം ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയത്. നമ്മുടെ പുള്ളുവൻ പാട്ടൊക്കെ പാടുന്ന വീണയില്ലേ, ഇതിന്റെ ശരിക്കുള്ള പേര് ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മുടെ കെട്ടുകാളകളിൽ തന്നെ വെള്ളിയുടെയും പഞ്ചലോഹത്തിന്റെയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ വർഷം പുതിയതായിട്ട് വന്നതാണ്. ഓരോ ആൾക്കാരും നേർച്ച പറഞ്ഞുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ രാജാവിന് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല. ഈ വർഷം അതിന്റെ കുറവെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കാലഭൈരവൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയമായിട്ടുള്ള 72 അടി പൊക്കത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള നമ്മുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ. അങ്ങനെ കാലഭൈരവന്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ബജി കഴിക്കാന്ന് വിചാരിച്ചു പോയി. പക്ഷെ രാവിലെ ആയതുകൊണ്ടായിരിക്കും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അമ്പടൂന് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചു. ബോട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ട് അത് വാങ്ങിച്ചു. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു കടയിൽ ഈ ഒരു കുബേരനെ കണ്ടത്. എന്ത് രസമാന്ന് നോക്കിയേ, നല്ല വെറൈറ്റി ആയിട്ടില്ലേ. പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. അമ്പടൂ അടുത്ത കളിപ്പാട്ടവും പോയി പൊക്കിയിട്ടുണ്ട്. പുതിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഈ വർഷം ഓച്ചിറയിൽ വന്നിട്ടുണ്ട്. കമ്മലിയുടെ കണ്ടപ്പോഴേക്കും ഞാൻ മാഗോലിയായിട്ട് മാറി. പിന്നെ ബജിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.